ഒമാനിയ മൊബൈൽസ്, AM റോഡ് പെരുമ്പാവൂർ, PO ജംഗ്ഷൻ മൂവാറ്റുപുഴ. ജില്ലയിലെ ശുദ്ധജല വിതരണത്തെ ബാധിക്കുന്ന മീനച്ചിൽ പദ്ധതിയിൽ ആശങ്ക ശക്തമായിരിക്കെ പദ്ധതിയിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നാവശ്യപ്പെട്ടാണ് നിയമസഭയിൽ അനൂപ് ജേക്കബ് MLA പ്രമേയം അവതരിപ്പിച്ചത്. മൂവാറ്റുപുഴ ആറിനെ വരൾച്ചയിലേക്ക് തള്ളിവിടുന്ന മീനച്ചിലാർ പദ്ധതി നടപ്പിലാക്കരുത് എന്നതാണ് എനിക്ക് ശ്രദ്ധ ക്ഷണിക്കലിലൂടെ ആവശ്യപ്പെടാനുള്ളത്. ഈ കഴിഞ്ഞ നവംബർ മാസത്തിൽ 2024 നവംബർ മാസത്തിൽ വാപ്കോസ് എന്ന കമ്പനിക്ക് സാധ്യതാ പഠനത്തിന് ഗവൺമെൻറ് എഗ്രിമെൻ്റ് വെച്ചിരിക്കുകയാണ് ഈ മീനച്ചിലാർ പദ്ധതിയെ സംബന്ധിച്ച്. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിലും ഈ വിഷയം ഈ സഭയിൽ പ്രതിപാദിക്കുകയുണ്ടായി. ഈ മീനച്ചിലാർ പദ്ധതി കഴിഞ്ഞ അനവധി ദശാബ്ദങ്ങളുടെ ഇടയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ്. അത് ഫീസിബിൾ അല്ല, വയബിൾ അല്ല എന്ന നിലയിൽ മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ അത് പരിപൂർണമായും ഉപേക്ഷിച്ചതാണ്. ഇപ്പോഴും വീണ്ടും കുട്ടനാട് വാട്ടർ ബാലൻസ് സ്റ്റഡി നെതർലൻഡ്സ് മിഷൻ 1989 അവർ കൊണ്ടുവന്ന ആ ഒരു റിപ്പോർട്ടിനെ വേറെ രീതിയിൽ പൊടിതട്ടി എടുത്തുകൊണ്ടാണ് വീണ്ടും പഴയ രീതിയിൽ തന്നെ ഇത് കൊണ്ടുവരാനുള്ള ശ്രമം ഉണ്ടാവുന്നത് എന്നതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രധാനപ്പെട്ട ആശങ്കകളിലൊന്ന്. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇത് മുമ്പോട്ട് പോകുന്നതിൻ്റെ പ്രായോഗിക പ്രശ്നങ്ങൾ, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അടക്കം പല ആവർത്തി ചൂണ്ടിക്കാട്ടിയിട്ടുള്ള ഒന്നാണ്. ഇടുക്കി പദ്ധതിയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചതിനു ശേഷം പുറന്തള്ളുന്ന വെള്ളമാണ് പിറവം പുഴയിലൂടെ എത്തുന്നത്. ഈ വെള്ളം മലങ്കരയിൽ നിന്ന് തിരിച്ച് മീനച്ചിലാറ്റിലേക്ക് എത്തിക്കുന്നതിനാണ് മീനച്ചിൽ പദ്ധതി ലക്ഷ്യമിടുന്നത്. അങ്ങനെ സംഭവിച്ചാൽ MVP കനാലിലൂടെയും പുഴയിലൂടെയും എത്തുന്ന വെള്ളത്തിന്റെ അളവിൽ കുറവുണ്ടാകുമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. കഴിഞ്ഞ വേനൽക്കാലത്ത് പുഴയിൽ നീരൊഴുക്ക് കുറഞ്ഞതോടെ ചാല് കീറിയാണ് ശുദ്ധജല പദ്ധതികളുടെ പമ്പിംഗ് സ്റ്റേഷനിലേക്ക് വെള്ളം എത്തിച്ചത്. 25 ലക്ഷം ഗുണഭോക്താക്കൾക്ക് പിറവത്തും പരിസരത്തുമായി പുഴയിൽ നിന്ന് ശുദ്ധജലം എത്തിക്കുന്നതായാണ് കണക്ക്. കോട്ടയം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിലേക്ക് കുടിവെള്ളം ശേഖരിക്കുന്നത് പിറവം നഗരസഭാ പരിധിയിൽ നിന്നാണ്. ജില്ലയിൽ പശ്ചിമ കൊച്ചി, മരട്, കുമ്പളം, ചെല്ലാനം, പോർട്ട് ട്രസ്റ്റ്, കൊച്ചിൻ കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള ഇടങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്നത് ജനറം പദ്ധതിയിലൂടെയാണ്. കളമ്പൂരിലെ പമ്പിംഗ് സ്റ്റേഷനിൽ നിന്നാണ് ആലപ്പുഴ ജില്ലയിലേക്ക് വെള്ളം എത്തിക്കുന്നത്. ഈ പദ്ധതിയുമായി മുമ്പോട്ട് പോകുമ്പോൾ വലിയ ദോഷകരമായൊരു സാഹചര്യം ആ പ്രദേശത്തുണ്ടാവും. ഒരു വരൾച്ചയിലേക്ക് തള്ളിവിടുന്ന സ്ഥിതി ഉണ്ടാവും. ഇത് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽ പല ആവർത്തിയാൻ കൊണ്ടുവന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അതിനകത്ത് അനുകൂലമായൊരു ഇടപെടൽ ഗവൺമെൻറ് ഭാഗത്ത് ഞാൻ പ്രതീക്ഷിക്കുന്നു. മൂവാറ്റുപുഴ പ്രദേശത്ത്, മൂവാറ്റുപുഴ താലൂക്ക്, കോട്ടയം അടക്കം, ഈ പറയുന്ന വൈക്കവും മറ്റ് പശ്ചിമ കൊച്ചി അടക്കം ആലപ്പുഴ ജില്ലകളൊക്കെ വെള്ളം എത്തിക്കുന്ന ഒരു പ്രദേശത്ത് ആ മൂവാറ്റുപുഴ ആറിനെ നിലനിർത്തുവാനുള്ള ഉത്തരവാദിത്തം ഗവൺമെന്റിനുണ്ട്. മറ്റൊരു പ്രദേശത്തേക്ക് വെള്ളം കൊടുക്കുമ്പോൾ മറ്റൊരു പ്രദേശത്തെ ജീവിക്കാനുള്ള അവകാശത്തെ നിഷേധിച്ചുകൊണ്ടാവരുത് എന്നത് ആവർത്തിച്ച് ഈ ശ്രദ്ധ ക്ഷണിക്കലിലൂടെ ഞാൻ സൂചിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട ജലവിഭവ മന്ത്രി, കോട്ടയം ജില്ലയിലേക്ക് വെള്ളം എത്തിക്കുന്ന പദ്ധതിക്കും വെള്ളം ശേഖരിക്കുന്നതും ഇതിന് സമീപത്തു നിന്നാണ്. അതേസമയം മീനച്ചിൽ പദ്ധതി സർക്കാരിന്റെ നയമാണെന്നും പദ്ധതി നടപ്പായാൽ മൂവാറ്റുപുഴയാറിലുണ്ടാകുന്ന ജലലഭ്യതക്കുറവ് സംബന്ധിച്ച് പഠനം നടത്തുമെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ അറിയിച്ചു. നിലവിൽ ഇറിഗേഷനോ കുടിവെള്ളത്തിനോ ഏതെങ്കിലും സ്ഥലത്ത് ഇതിൻ്റെ ഭാഗമായി കുറവുണ്ടാകാവുന്നൊരു സാഹചര്യം ഇല്ല എന്ന ബോധ്യം നിലവിലുണ്ട്. മാത്രമല്ല, ആദ്യഘട്ടത്തിൽ പഠനം നടത്തുമ്പോൾ ഈ ഇടുക്കിയുടെ എക്സ്റ്റൻഷൻ ഇല്ലായിരുന്നു. ഇപ്പോൾ 200 മെഗാവാട്ടിന് 4 ജനറേറ്ററും കൂടി പ്രവർത്തിക്കുന്ന സാഹചര്യം വരുമ്പോൾ അധികമായി വരുന്ന ജലം പൂർണ്ണമായും മലങ്കരയ്ക്കും മൂവാറ്റുപുഴയ്ക്കും ഉപയോഗപ്പെടുത്തുന്ന പോലെ തന്നെ മീനച്ചിലാറിനെയും കൂടി സജ്ജമാക്കാൻ കഴിയുന്നതോടുകൂടി കോട്ടയം ജില്ലയിലെ എല്ലാ പ്രദേശത്തും ശുദ്ധജല ലഭ്യതയും കുടിവെള്ളത്തിലുള്ള ലഭ്യതയും ഉറപ്പുവരുത്താൻ കഴിയുമെന്നുള്ളതാണ് ഈ പദ്ധതിയിലൂടെ നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യം. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് OET സ്കോർ ചെയ്യാൻ പറ്റി. ഈ അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം. For admissions call 7594054282.